സാറേ, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഒരാൾ ജോലിക്ക് ജോയിൻ ചെയ്ത് നോക്കും, അദ്ദേഹത്തിന് പെൻഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് സാലറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹം ഒരു 15 വർഷം വർക്ക് ചെയ്യുന്നത് നോക്കുക, ഈ 15 വർഷം ഇദ്ദേഹം ജോലി ചെയ്ത ഈ സാലറി മൊത്തം അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ പറ്റും. 15 അല്ല 20 വർഷം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു ലോങ് ടൈം നമുക്കൊരു 12% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിളി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റിട്ടേൺ തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് ഇദ്ദേഹത്തിന് ഇപ്പോൾ സപ്പോസ് രഞ്ജിത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 40 വയസ്സായെന്ന് വിചാരിച്ചു. ഇപ്പം നിലവിൽ രഞ്ജിത്തിന് കിട്ടുന്ന സാലറി 1 ലക്ഷം രൂപയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രഞ്ജിത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ രഞ്ജിത്ത് 1 ലക്ഷം രൂപ വെച്ച് അടുത്ത 20 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഇൻക്രിമെൻ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം ഇപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ വെച്ച് മാസം കിട്ടുമ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന എമൗണ്ട് എത്ര? 12 ലക്ഷം രൂപ. 10 വർഷം കൊണ്ട് 1,20,00,000 രൂപ. ഇപ്പം 20 വർഷം കൊണ്ട് 2,40,00,000 രൂപ. അതായത് രഞ്ജിത്തിനെ സംബന്ധിച്ച് അടുത്ത 20 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,40,00,000 രൂപയാണ്. അപ്പോൾ രഞ്ജിത്തിന്റെ ആ വരുമാനത്തിന്റെ ഒരു 25%, അതായത് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ 25% എന്ന് പറഞ്ഞാൽ 25,000 രൂപ. 25,000 രൂപ എല്ലാ മാസം ഓൺ ആൻ ആവറേജ് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഇപ്പം രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത 20 വർഷം കൊണ്ട് രഞ്ജിത്ത് അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര സാലറി ആയിട്ട് ഏൺ ചെയ്യുന്നു ആ മുഴുവൻ തുകയും, അതായത് ഏകദേശം ഒരു 2.5 കോടി രൂപയും രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്ത് മാറ്റുന്ന ഈ 25% തുക കൊണ്ട് 20 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2.5 കോടി രൂപ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ സമയത്ത് നമുക്കൊരു പെൻഷൻ കിട്ടാനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു മന്ത്ലി ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റും. ഇനി ചിലവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ 20 വർഷം സമയമില്ല, 15 വർഷം കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ 15 വർഷം കൊണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ച് 15 വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മൊത്തം സാലറി അവർക്ക് റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 12% റിട്ടേൺ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അവരൊരു 35% തുക, അതായത് 1 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 35,000 രൂപ വെച്ച് മന്ത്ലി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുഴുവൻ സാലറിയും വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 25 വയസ്സുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് 30 വർഷം സമയമുണ്ട്. അപ്പോൾ 30 വർഷം സമയം കൊണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് 25% ഒന്നും മാറ്റണ്ട, 10% തുക മാറ്റി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഫുൾ സാലറി ഈ പറഞ്ഞ പീരീഡ് കൊണ്ട് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം GCCയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ലോവസ്റ്റ് റേറ്റിൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ എമൗണ്ട് ലോണായിട്ട് കിട്ടും. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പല ചോദ്യങ്ങളും വരാറുണ്ട്.